എല്ലാവർക്കും നമസ്കാരം. അപ്പോൾ ഇന്നൊരു നോൺ വെജ് റെസിപ്പിയാണ് ആവോലി പെരളൻ. സാധാരണ നമ്മൾ ആവോലി ഫ്രൈ ചെയ്യാറുണ്ട്, കറി വെക്കാറുണ്ട്. അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് ഗസ്റ്റൊക്കെ ഉള്ള സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ പറ്റിയ നല്ലൊരു റെസിപ്പിയാണ്. ഇതിന് വേണ്ടിയിട്ട് ഞാൻ ഒരാവോലിയാണ് എടുത്തിട്ടുള്ളത്. ഈ ഒരാവോലി നന്നായി കഴുകി വൃത്തിയാക്കിയിട്ട് അതിൻ്റെ രണ്ട് സൈഡും നന്നായിട്ട് തന്നെ വരഞ്ഞു കൊടുത്തിട്ടുണ്ട്. ഏകദേശം ഒരു 1/4 കിലോളം തൂക്കം വരുന്ന ആവോലിയാണ്. ഇനി ഇതൊന്ന് നമുക്ക് മാരിനേറ്റ് ചെയ്ത് വെക്കണം. അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി, ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പിന്നെ പാകത്തിന് ഉപ്പും ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ്. പിന്നെ ലെമൺ ജ്യൂസ് ഒരു 1/2 ടീസ്പൂണോളം ലെമൺ ജ്യൂസും ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ ഒരു 1 ടീസ്പൂൺ വെളിച്ചെണ്ണയും ഒരു 1/2 ടീസ്പൂൺ മല്ലിപ്പൊടി, ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തിട്ട് നമുക്കിത് മീനിലേക്ക് തേച്ച് കൊടുക്കാം. ഇത് കൈ വെച്ച് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ടിത് ആവോലിയുടെ എല്ലാ ഭാഗത്തേക്കും ഈവനായിട്ട് സ്പ്രെഡ് ചെയ്യുക. നമ്മൾ ആ കട്ട് ചെയ്ത് കൊടുത്തിട്ടുള്ള കട്ടിങ്സ് വരഞ്ഞു കൊടുത്തിട്ടുണ്ടല്ലോ, അതിനകത്തോട്ടും അതുപോലെ അതിൻ്റെ വയർ ഭാഗം ഉണ്ടാവും, വയറിൻ്റെ ഉള്ളിലോട്ടും ഒക്കെ നന്നായിട്ട് തന്നെ മസാല നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് കൊടുക്കുക. അപ്പോൾ ഞാനിത് നന്നായിട്ട് തന്നെ മീനിൻ്റെ എല്ലാ ഭാഗത്തോട്ടും മസാല തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്കൊരു 10-15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. അറ്റ്ലീസ്റ്റ് ഒരു 10 മിനിറ്റ് എങ്കിലും റെസ്റ്റ് ചെയ്യാൻ വെക്കുക. അതിനുശേഷം മാത്രം ഫ്രൈ ചെയ്തെടുക്കുക. അപ്പോൾ എന്തായാലും നന്നായിട്ട് തേച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് എന്തായാലും ഒരു 10 മിനിറ്റ് എങ്കിലും ഇതിങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ ഇതാ ഇവിടെ 10 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. ഇത് ഞാനൊരു ഫ്രൈ പാൻ അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിലോട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ സമയം നിങ്ങൾ വെളിച്ചെണ്ണയല്ല മറ്റു ഓയിലുകളാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കണ്ട. കാരണം ആ സമയത്ത് നമ്മൾ വെളിച്ചെണ്ണ ചേർത്ത് ഇപ്പോൾ മറ്റു ഓയിൽ എന്തെങ്കിലുമാണ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ഇത് പതഞ്ഞ് വരും. അപ്പോൾ അത് കാരണം ആ സമയത്ത് വെളിച്ചെണ്ണ ചേർക്കുന്നത് സ്കിപ്പ് ചെയ്യുക. അപ്പോൾ മീനിട്ട് കൊടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് ഓവർ കുക്ക് ആവേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ടും കുക്ക് ആവേണ്ട, ഒരു ഹാഫ് കുക്ക് ആയാൽ മതി. കാരണം ഇത് നമ്മൾ ഒരു മസാല ഉണ്ടാക്കിയിട്ട് അതിലും ഒന്നുകൂടി വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ഈ സമയം ഇത് മുഴുവനായിട്ട് വെന്ത് കഴിഞ്ഞാൽ നമുക്ക് പിന്നെ മസാലയിലേക്ക് ഇടുമ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഉടഞ്ഞു പോകും. അപ്പോൾ ഇതൊരു ഹാഫ് കുക്ക് ആയാൽ മാത്രം മതി. രണ്ട് സൈഡും ഇപ്പോൾ ഒരു 5 മിനിറ്റ് ഒരു സൈഡിലാണെങ്കിൽ ഒരു തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി കുക്ക് ചെയ്തിട്ട് എടുക്കുക. അപ്പോൾ ഒരു സൈഡ് ഏകദേശം കുക്കായിട്ടുണ്ട്. ഇനി ഇതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇതുപോലെ 2 ചട്ടകം ഉപയോഗിച്ചിട്ട് മറിച്ചിട്ട് കൊടുക്കുക. വലിയ മീനാണെന്നുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ ചെയ്യുക. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളൊട്ട് ചട്ടകം തന്നെ ഉപയോഗിച്ച് മറിച്ചിടാൻ നോക്കിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇത് സൈഡ് പെട്ടെന്ന് തന്നെ പൊട്ടിപ്പോവും. അപ്പോൾ കെയർഫുള്ളായിട്ട് തന്നെ ചെയ്യുക. അപ്പോൾ ഇനി ഒരു 5 മിനിറ്റ് കൂടി ഈ സൈഡ് ഒന്ന് കുക്കാവട്ടെ. എന്നിട്ട് നമുക്കിത് കോരിയെടുക്കാം. ഫിഷ് ഓൾമോസ്റ്റ് കുക്കായിട്ടുണ്ട്, ഒരു ഹാഫ് കുക്കായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് പാനിൽ നിന്നും കോരി മാറ്റാം. ഇനി നമുക്കൊരു മസാല ഉണ്ടാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു കടായി അടുപ്പത്ത് വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ നന്നായി ചൂടായി കഴിഞ്ഞാൽ അതിലേക്ക് ഒരു 1/2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, ഞാനിവിടെ നന്നായി പേസ്റ്റ് ആക്കിയിട്ടില്ല, ഒന്ന് ചെറുതായിട്ട് ചതച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്, ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. പിന്നെ വേണ്ടത് സവാളയാണ്. സവാള ഒരു 2 മീഡിയം സൈസുള്ള സവാളയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ സവാള നല്ല പൊടിയായിട്ട് അരിയാൻ തന്നെ ശ്രദ്ധിക്കുക, നന്നായിട്ട് തന്നെ ചോപ്പ് ചെയ്തെടുക്കുക. അതിൽ ചേർക്കുന്ന സവാളയും ടൊമാറ്റോ പച്ചമുളകൊക്കെ നന്നായിട്ട് പൊടിയായിട്ട് തന്നെ അരിയാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോഴാണ് നമ്മുടെ ഗ്രേവി കാണാനും കഴിക്കാനും കുറച്ചുകൂടി നല്ല ടേസ്റ്റ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ ഓണിയനും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക.
അപ്പോൾ ഇതിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. നമ്മുടെ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് ചേർത്ത് കൊടുക്കുക. കൂടി പോകണ്ട, നമ്മൾ ഓൾറെഡി മീനിലേക്കുള്ള ഉപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ മസാലയിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്തിട്ട് ഒന്ന് നന്നായിട്ട് തന്നെ വഴറ്റി കൊടുക്കുക. അപ്പോൾ ഇതാ എൻ്റെ ഹെൽപ്പർ എൻ്റെ കൂടെ തന്നെ ഉണ്ട്, എന്നെ ഉള്ളി വഴറ്റാൻ സഹായിക്കുകയാണ്. അപ്പോൾ ഉള്ളി അത്യാവശ്യം തന്നെ നന്നായിട്ട് വഴണ്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഇതിലേക്ക് മസാലപ്പൊടികൾ ചേർത്ത് കൊടുക്കണം. ഈ ഗ്രേവിയിലേക്ക് ആവശ്യമായിട്ടുള്ള മസാല ചേർത്ത് കൊടുക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് 1 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. കാശ്മീരി മുളക് പൊടി ആയത് കാരണമാണ് മീൻ ഫ്രൈ ചെയ്യുന്ന സമയത്തും ഇപ്പോഴും ഓരോ ടീസ്പൂൺ വീതം ചേർത്ത് കൊടുത്തത്. അല്ല എരിവുള്ള മുളക് പൊടിയാണെങ്കിൽ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതി. പിന്നെ വേണ്ടത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ പെരിഞ്ജീരകം ആണ്. പെരിഞ്ജീരകം ഞാനിവിടെ ഒന്ന് ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം പൊടിയായിട്ട് ചേർത്ത് കൊടുത്താലും മതി. ഇത്രയും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. ഈ പൊടികളുടെയൊക്കെ പച്ചമണം നന്നായിട്ട് തന്നെ മാറട്ടെ. നമ്മുടെ ഈ കാശ്മീരി മുളക് പൊടി സാധാരണ മുളക് പൊടിയേക്കാളും കുറച്ചുകൂടി സമയം എടുക്കും. കാരണം അതിനൊരു കുത്തൽ, ഒരു സ്മെല്ല് കുറച്ചൊരു കൂടുതലാണ് സാധാ മുളക് പൊടിയേക്കാൾ അപേക്ഷിച്ച്. അപ്പോൾ നന്നായി എണ്ണയിൽ നിന്ന് നന്നായി മൂത്താൽ മാത്രമേ അതിൻ്റെ ആ ഒരു പച്ച കുത്ത് മാറി കിട്ടുള്ളൂ. അപ്പോൾ നന്നായിട്ട് തന്നെ എണ്ണയിൽ കിടന്നിട്ട് മൂത്ത് വരട്ടെ. ഇനി ഇതിലേക്ക് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 1 തക്കാളി മുഴുവനായിട്ടും പൊടിയായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ പുളിക്ക് കുറച്ച് ലെമൺ ജ്യൂസ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. 1 ടീസ്പൂൺ ലെമൺ ജ്യൂസും ചേർത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കി കൊടുക്കുക. അപ്പോൾ ഈ തക്കാളിയൊക്കെ ഒന്ന് കുക്കായതിനു ശേഷം ഇതിലേക്ക് ഗ്രേവിക്ക് ആവശ്യമായിട്ടുള്ള വെള്ളം ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ഗ്ലാസ് വെള്ളമാണ് മൊത്തത്തിൽ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ചൂടുവെള്ളമാണ് എടുത്തിട്ടുള്ളത്. പച്ചവെള്ളം ചേർത്ത് കൊടുക്കരുത്, ചൂടുവെള്ളം തന്നെ ചേർത്ത് കൊടുക്കുക. 1/2 ഗ്ലാസ് ചൂടുവെള്ളം ചേർത്തിട്ട് ഈ ഗ്രേവി ഒന്ന് തിളയ്ക്കട്ടെ. ഒന്ന് തിളച്ച് വരുമ്പോൾ ഇതിലേക്ക് നമുക്ക് മീനിട്ട് കൊടുക്കാം. ഈ ഗ്രേവിയൊക്കെ നന്നായിട്ട് തന്നെ ഒന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഞാൻ ഇടയ്ക്ക് ഉപ്പ് നോക്കിയപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. അപ്പോൾ 1/4 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു പിടിയോളം, ഒരു ചെറിയ പിടി മല്ലിയിലയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണെങ്കിലും ചേർത്ത് കൊടുക്കാം. കറിവേപ്പില ഫ്ലേവർ ഇഷ്ടമുള്ളവർക്ക് കറിവേപ്പിലയും ചേർത്ത് കൊടുക്കാം. ഞാനിപ്പോൾ മല്ലിയിലയാണ് എടുത്തിട്ടുള്ളത്. അതുകൂടി ചേർത്ത് നന്നായി മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കാം. മീൻ ചേർത്തിട്ട് നമ്മൾ ഈ ഗ്രേവി മസാല ഈ മീനിൻ്റെ മുകളിലോട്ടൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. നന്നാക്കി, കാരണം ഈ മീനിലേക്ക് നന്നായിട്ട് ഈ മസാല പിടിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നന്നായിട്ട് തന്നെ ഇതുപോലെ മസാല വെച്ചിങ്ങനെ മൂടി വെക്കുന്ന തരത്തിൽ വെച്ചിട്ട് ഒന്ന് അടച്ച് വെച്ചിട്ട് ഒരു 5 മിനിറ്റ് കുക്ക് ചെയ്തെടുക്കുക. ഒരു 5 മിനിറ്റിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒന്നുകൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ കെയർഫുള്ളായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുക്കുക. കാരണം പെട്ടെന്ന് തന്നെ ഇത് ഉടയാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ ഉടയാതെ നന്നായിട്ട് തന്നെ തിരിച്ചിട്ട് കൊടുത്തിട്ട് ഒരു 5 മിനിറ്റ് കൂടി ഒന്ന് അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുക. ഇനി നിങ്ങൾക്കിത് വെന്തോന്ന് ഡൗട്ട് ഉണ്ടെങ്കിൽ ഒരു പീസ് എടുത്ത് നോക്കിയിട്ട് ഒന്നുകൂടി എക്സ്ട്രാ ടൈം വേണമെങ്കിൽ വെച്ച് കൊടുക്കുക. ഇതിപ്പോൾ എനിക്കിപ്പോൾ 5 മിനിറ്റ് കൊണ്ട് തന്നെ നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് തന്നെ കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇനി കൂടുതൽ ഗ്രേവി ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ 1 ഗ്ലാസ് വെള്ളം വരെ ചേർത്ത് കൊടുക്കാം. 1 ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് ഇതുപോലെ ചെയ്തെടുത്താൽ മതി. അതല്ല കുറച്ചുകൂടി ഡ്രൈ ആയിട്ട് മതി എന്നുണ്ടെങ്കിൽ ഇതുപോലെ മൂടി തുറന്നതിന് ശേഷം ഒരു 3-4 മിനിറ്റ് കൂടി ഒന്ന് വെച്ച് കൊടുത്താൽ അടുപ്പത്തിൽ വെച്ച് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നുകൂടി വറ്റിയിട്ട് ഒന്നുകൂടി ഡ്രൈ ആയിട്ട് കിട്ടിക്കോളും. അപ്പോൾ ഇത്രയേ ഉള്ളൂ, വളരെ സിമ്പിളാണ്. അപ്പോൾ നമുക്ക് ഇനി അവസാനമായിട്ട് കുറച്ച് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുത്തു കഴിഞ്ഞാൽ കറി റെഡിയായി. അപ്പോൾ ഇനി അവോലി നിങ്ങൾക്ക് കിട്ടുന്ന സമയത്ത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും
ചോറിൻ്റെ കൂടി ഒക്കെ നല്ല കോമ്പിനേഷനാണ്. നല്ല ടേസ്റ്റാണ്, ഒരു പ്രത്യേക ടേസ്റ്റാണ്. നമുക്ക് ആവോലി വെച്ച് ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി ഒരു ബെറ്റർ ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. വേറെ ഏത് മീൻ വെച്ചിട്ടും വലിയ അയല പോലത്തെ മീൻ വെച്ചിട്ടും ചെയ്യാം, പക്ഷേ എങ്കിലും കുറച്ചുകൂടി ബെറ്റർ ടേസ്റ്റ് ആവോലി വെച്ചിട്ട് തന്നെയാണ്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതുപോലെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും അതിലുള്ള ഓൾ എന്ന ഓപ്ഷൻ തന്നെ തിരഞ്ഞെടുക്കാനും മറക്കരുത്. അപ്പോൾ എന്തായാലും അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരേക്കും എല്ലാവർക്കും താങ്ക്